പലവരും ചോദിക്കുമായിരിക്കും, പോത്ത് പോലെ വളർന്നില്ലേ, ഇപ്പോഴും കുട്ടികളിയൊക്കെ ആയിട്ട് നടക്കുവാണോ എന്നൊക്കെ. പക്ഷെ ഈ ഒരു കളിയെ പ്രേമിച്ച നമുക്കറിയാം, വൈകുന്നേരങ്ങളിലെല്ലാം മറന്നുകൊണ്ട് ഫുള്ള് ഹാപ്പിനെസ് ആയിട്ട് ചങ്കു കൂട്ടുകാരോടെയുള്ള ഈ ഒരു നിമിഷമാണ് ജീവിതത്തിലെ ഏറ്റവും അടിപൊളിയായിട്ടുള്ളതെന്ന്. ഈ ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ, മറ്റൊരിടത്തൊന്നും കിട്ടില്ല. Is not just an emotion, it's a feeling. എപ്പോഴും എനിക്ക് ക്രിക്കറ്റ് കളിക്കണം. എത്ര വലിയ ഭ്രാന്തായിരുന്നു ക്രിക്കറ്റ്. ഭയങ്കര ഭ്രാന്തായിരുന്നു. അതായത് ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി ഇപ്പം നമുക്കൊരു ടീം വേണമല്ലോ. അത്രയും ഇപ്പം ഞങ്ങൾ പക്ഷെ 1-2 പേരേ ഉള്ളൂ. പക്ഷെ ആ ഗ്രൗണ്ടിൽ പോയി, ആ പിച്ചിൽ പോയി വെറുതെ ബാറ്റൊക്കെ വീശി ഇങ്ങനെ നിൽക്കുന്നത് തന്നെ ഒരു എന്റർടൈൻമെന്റ്. എത്ര മണിക്കൂർ വേണമെങ്കിലും അവിടെ എനിക്ക് നിൽക്കാൻ പറ്റുമായിരുന്നു. ആ ഗ്രൗണ്ട് എൻജോയ് ചെയ്തത്. അവർക്ക് ഇത് തന്നെ പണി. ഗ്രൗണ്ട് കണ്ട അപ്പ കണ്ണടിച്ചു വീടും. ഇങ്ങനെ ഗ്രൗണ്ട് കണ്ട ആക്രാന്തമുള്ള മനുഷ്യജീവികളെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എല്ലാ ജോലി തിരക്കും മാറ്റിവെച്ച് ഈ പന്തിന് പിന്നാലെ, ബാറ്റിന് പിന്നാലെയും ഓടുന്നത് ഒരു വേറെ ലഹരി തന്നെയാണ്. അവിടെ ജാതിയില്ല, മതമില്ല, അവിടെ എല്ലാവരും ക്രിക്കറ്റ് എന്ന മായലോകത്തിനുള്ളിലാണ്. എല്ലാ നാട്ടിലും കാണും ഇങ്ങനത്തെ ഗ്രൗണ്ടുകളും അവിടെയുള്ള സുഹൃത്ത് ബന്ധങ്ങളും ഓർമ്മകളുമെല്ലാം. ഒന്നിൽ കൂടുതൽ സച്ചിനും കോഹ്ലിയും ധോണിയും എല്ലാമുള്ള ടീമുകൾ, ICCക്ക് പോലും അറിയാത്ത നിയമാവലികൾ അറിയുന്ന ഒരുപാട് കളിക്കാർ. ഓരോ ഗ്രൗണ്ടിനും കാണാം ഇത്തരത്തിലുള്ള ഒരുപാട് കഥകൾ പറയാം. ഈ നാടിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവനാണ് ഞാൻ. ഇവിടെ കാവലായി നിൽക്കേണ്ടവൻ. ഞാൻ കൂടെയുള്ളപ്പോൾ അവരുടെ മുഖത്തെ പ്രതീക്ഷ എനിക്ക് കാണാം. എല്ലാം ഇവിടെ അവസാനിച്ചു എന്ന് ഞാൻ കരുതുന്നില്ല. ചിലപ്പോ ഇതൊരു തുടക്കം മാത്രമാവാം. നശിപ്പിക്കാനും കൊന്നു തിന്നാനും ഇനിയും പല ശക്തികൾ വന്നേക്കാം. ആരൊക്കെ വന്നാലും നേരിടാൻ തയ്യാറായി ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും, എന്റെ നാടിന്റെ രക്ഷകനായി.